നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സീമയും കൊണ്ടുള്ള ഒരു കുനാഫയാണ്. ആദ്യമായിട്ട് നമ്മളൊരു പാത്രം എടുക്കുക. അതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 4 ടീസ്പൂൺ. then ഒരു 4 ടേബിൾ ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ നല്ലൊരു ക്രീമി സ്ട്രക്ചർ ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അടുത്തതായിട്ട് ചൂടായ ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കണം. നെയ്യ് ഇവിടെ കംപ്ലീറ്റ് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇവിടെ ചെറുതായിട്ടുള്ള സേമിയ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കണം. ഇവിടെ ഞാൻ 2 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. തീ കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ശരിക്കും ഇത് കുനാഫ ഡോ വാങ്ങാൻ കിട്ടും, അതുകൊണ്ടാണ് ഉണ്ടാക്കുക. ഇതിപ്പോൾ സേമിയം കൊണ്ട് എങ്ങനെ കുനാഫ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ അത് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മളുടെ സേമിയ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇത് ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ അല്പം നെയ്യ് പുരട്ടണം, അല്ലെങ്കിൽ ബട്ടർ പുരട്ടി വെക്കുക. ഇതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ അല്പം സേമിയം റോസ്റ്റ് ചെയ്തത് ബേസായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്തതായിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് അല്പം ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കിയുള്ള സേമിയം റോസ്റ്റ് ചെയ്തത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുനാഫയുടെ ടോപ്പിങ്ങും ശരിയായിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് കുനാഫ ഉണ്ടാക്കാനും നമ്മൾ ഓവൻ്റെ സഹായം ഇല്ലാതെ ചെയ്യുന്നത്. ഉപ്പിട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് ചൂടാക്കിയ ഒരു പാത്രമാണിത്. അതിലേക്ക് നമ്മളുടെ കുനാഫയുടെ ട്രേ വെച്ച് കൊടുക്കുക. ദെൻ അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഒരു 15 മിനിറ്റ്സ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മളുടെ കുനാഫ തയ്യാറായിട്ടുണ്ട്.
ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മളുടെ സേമിയ കൊണ്ടുള്ള കുനാഫ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും, അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കണം. പിസ്ത വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. ചോപ്പ് ചെയ്ത പിസ്താശ്യമാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് അങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മളുടെ സേമിയ കൊണ്ടുള്ള കുനാഫ പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്, ഒരു അറേബ്യൻ ഡിഷാണിത്.